വീടുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്ന ജീബിൻ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കോതമംഗലം നഗരസഭയുടെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ 32,37,000 രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബിൻ വിതരണം. നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ 30 ദിവസം കൊണ്ട് ജൈവ വളമായി മാറും. ഉന്നത ഗുണനിലവാരമുള്ള PPCP മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഉപാധിക്ക് മറ്റു ബിന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബാഹ്യ കവചം കൂടിയുണ്ട്. ദുർഗന്ധമോ പുഴുശല്യമോ ഉണ്ടാകില്ലെന്നുള്ള പ്രത്യേകതയുമുണ്ട്. വിപണിയിൽ 5,200 രൂപ വിലയുള്ള ബിന്ന് സബ്സിഡിക്ക് ശേഷം 1,075 രൂപയാണ് ഗുണഭോക്താക്കൾ ഒടുക്കേണ്ടത്. ആന്റണി ജോൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ മാലിന്യങ്ങൾ അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും അത് വളമായി ഉപയോഗിക്കുന്നതിനും ഒക്കെ അടക്കമുള്ള ഏറ്റവും നൂതനമായ ഒരു ആശയം എന്നുള്ള നിലയിലേക്കാണ് ഈ ജീബിൻ നഗരസഭാ പരിധിയിലെ വിവിധ വീടുകളിലേക്ക് ഇന്ന് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇത് ഒരു പ്രവർത്തനം മാത്രമാണ്. ഇതിന് പുറമെ കോതമംഗലം നഗരസഭയുടെ 31 വാർഡ് പ്രദേശങ്ങളിലും ഒരുപാട് ഇടപെടലുകൾ ഇതിൻ്റെ തുടർച്ചയിൽ ഇതിന് സമാനമായി നഗരസഭ നടത്തുകയാണ്. കേരളത്തിലെ ഇതര നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാം വിസ്തൃതമായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശമൊക്കെ ഇന്ന് നമ്മൾ നേരിടുന്ന മാലിന്യ പ്രശ്നം വളരെ ശാസ്ത്രീയമായി വളരെ കാര്യക്ഷമമായി അത് കൈകാര്യം ചെയ്യാൻ നഗരസഭ ഇപ്പോൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതിന് കൂടുതൽ കരുത്തുപകരും. നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, കൗൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ, എൽദോസ് പോൾ, മുനിസിപ്പൽ സെക്രട്ടറി C ശ്രീജിത്ത്, ഹെൽത്ത് സൂപ്പർവൈസർ NS ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.